അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധരും പ്രിയരുമായി മനസ്സിലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുകയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. പൗലോസ് നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരുമായ പ്രിയപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ ഗുണങ്ങൾ വസ്ത്രങ്ങൾ പോലെ ധരിക്കുക. അവ എന്തൊക്കെയാണ്? അനുകമ്പ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നത്; ദയ, അർഹതയില്ലെങ്കിലും നന്മ ചെയ്യുന്നത്; വിനയം, മറ്റുള്ളവരെ ആദരിക്കുന്നത്; ക്ഷമ, കഷ്ട സാഹചര്യങ്ങളിലും ശാന്തത കാണിക്കൽ. ഇതെല്ലാം ധരിച്ചതിന് പുറമെ പൗലോസ് ഒരു വലിയ വെല്ലുവിളിയും ഉന്നയിക്കുന്നു: പരസ്പരം സഹിക്കുക, ക്ഷമിക്കുക. അതും എങ്ങനെയെന്ന് പറയുമ്പോൾ, ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിപ്പീൻ. ഒരു വ്യക്തിക്ക് ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ പൊടിയും പാടുകളും അതിൽ പതിഞ്ഞു. തന്റെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. പ്രശ്നം അവന്റെ മുഖത്തല്ല, കണ്ണാടിയിലായിരുന്നു. അതുപോലെ ക്രിസ്തുവിനെ മറ്റുള്ളവരെ കാണിക്കേണ്ട വലിയൊരു കണ്ണാടി നമ്മളാണ്. നമ്മിൽ അനുകമ്പയും ക്ഷമയും ഇല്ലെങ്കിൽ അവർക്ക് യേശുവിനെ വ്യക്തമായി കാണാൻ കഴിയില്ല. കണ്ണാടി വൃത്തിയാക്കണം, ഹൃദയം ശുദ്ധമാക്കണം, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകണം. അതിനാൽ നാം ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങൾ ധരിക്കുന്നവരാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.